ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാവം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. നിൻ്റെ മുഖം വാടുന്നത് എന്താണ്? എന്തിനാണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? സ്നേഹവാനായ ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ മുഖം വാടുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. മുഖം വാടിയിരിക്കുന്നവരാണ് അനേകം ആളുകളും. മുഖം വാടിയിരിക്കുന്നു. കാര്യം ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, പക്ഷേ മുഖം വാടിയിരിക്കുന്നു, ഹൃദയവും വാടിയിരിക്കുന്നു, മനസ്സ് തളർന്നിരിക്കുന്നു. അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? മുഖം വാടിയിരിക്കുന്നു. മുഖം മാത്രമല്ല, ഹൃദയവും വാടിയിരിക്കുന്നു. ഫേസ് ഈസ് ദി ഇൻഡെക്സ് ഓഫ് മൈൻഡ് എന്ന് പറയും. മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി എന്ന്. ഫേസ് ഈസ് ദി ഇൻഡെക്സ് ഓഫ് മൈൻഡ്. മനസ്സിൽ സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടാണ് മുഖം വാടുന്നത്. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മുഖം പ്രസന്നമായിരിക്കും. നിൻ്റെ മുഖം വാടുന്നത് എന്ത്? വാടിയ മുഖം. ട്രെയിൻ രാത്രിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ സന്ധ്യ കഴിഞ്ഞപ്പോഴേ മുതൽ ചിലരൊക്കെ കിടക്കാൻ നോക്കി, പക്ഷേ കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവിടെ ചില ചെറുപ്പക്കാരിരുന്ന് ചീട്ട് കളിക്കുകയാണ്. ഒരു ഉച്ചത്തിൽ സംസാരിക്കുന്നു, തമാശ പറയുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചീട്ട് കളിക്കുന്നു, ശബ്ദ കോലാഹലം. ആ കമ്പാർട്ട്മെൻറ്റിൽ ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഇവർ എപ്പോഴാണോ ഈ ചീട്ടുകൾ നിർത്തുന്നത് എന്നോർത്ത് അവരങ്ങനെ വെയിറ്റ് ചെയ്തു. പാവങ്ങൾ, സാധാരണ യാത്രക്കാർ. ഇവരുടെ ചീട്ടുകൾ നിർത്തിയിട്ട് വേണമല്ലോ ഒന്ന് കയറി കിടക്കാൻ. കാരണം ഈ സ്ലീപ്പറെല്ലാം അത് വലിച്ചിട്ട് അവർ അതിലിരിക്കുന്നതുകൊണ്ട് ആ സ്ലീപ്പറിൽ കിടക്കേണ്ടവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. കുറേ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും, 10-10:30 കാണും. അതിന് നമുക്ക് കിടക്കാം, നമുക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞ് അവർ ചീട്ടെല്ലാം എടുത്തു. എന്നിട്ട് അതെല്ലാം മാറ്റി അവരുടെ തന്നെ ഒരു സൂട്ട് കേസിൻ്റെ മുകളിൽ വെച്ചാണ് കളിയല്ല. അത് കഴിഞ്ഞു അവർ ഉറങ്ങാൻ തുടങ്ങുകയാണ്. എല്ലാവരും കയറി കിടന്നു. ഭാഗ്യം, ഇനിയെങ്കിലും ഒന്ന് സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്ന് ഓർത്തു. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി ഉച്ചത്തിൽ കരയുന്നു. ഭയങ്കര കരച്ചിൽ. നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കും, കരച്ചിൽ മാറ്റാനായിട്ട് തോളത്ത് തട്ടുന്നു, അതിൻ്റെ ചുമലിൽ തട്ടുന്നു. അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നെടുകയെ നടക്കുകയാണ്, ആ കമ്പാർട്ട്മെൻറ്റിൽ കൂടെ നടക്കുകയാണ്. കുറേ നേരമായിട്ട് കുട്ടിയുടെ കരച്ചിൽ മാറുന്നില്ല. ചിലർക്ക് ഈർഷ്യ തോന്നി. ആരോ ചോദിച്ചു, നിങ്ങളെന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്ര നേരം ഉറങ്ങാൻ പറ്റിയില്ല, ഇനിയെങ്കിലും ഉറക്കില്ലേ? ഈ കുട്ടിയെ ഒന്ന് ശാന്തമാക്കരുതോ? ഇതൊന്നും മിണ്ടിയില്ല. കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കുട്ടിയുടെ അമ്മ എവിടെ? അമ്മയുടെ കയ്യിൽ കൊടുക്കും കുട്ടിയെ. അമ്മ എവിടെ? അമ്മ ഈ ട്രെയിനിലുണ്ട്. അല്ല, എവിടെ? എന്താ കുട്ടിയെ എടുക്കാത്തത്? എടുക്കാൻ പറ്റുകയില്ല. എന്ത് നിങ്ങൾ പറയും? മനസ്സിലാകുന്നില്ലല്ലോ. അമ്മ ഈ ട്രെയിനിലുണ്ട്, ഏറ്റവും പുറകിലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റിലുണ്ട്. അമ്മ എഴുന്നേൽക്കുകയില്ല. ആ ഡെഡ് ബോഡി ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ബോംബെയിൽ നിന്ന് വരികയാണ്. നാട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണ്. ഈ കുഞ്ഞിന് അമ്മയില്ലാത്ത കുഞ്ഞായി. അമ്മയുടെ മുലപ്പാലിന് വേണ്ടി കൊതി കൊണ്ട് ഈ കുഞ്ഞ് കരയുകയാണ്. കുഞ്ഞിന് ദാഹിക്കുന്നു. ഞാൻ വെള്ളം കൊടുത്തു നോക്കി, കുപ്പിപ്പാൽ കൊടുത്തു നോക്കി, അതൊന്നും കുഞ്ഞ് കുടിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ആളുകൾ പെട്ടെന്ന് മുഖം വിഷാദം പൂണ്ടു. എല്ലാവർക്കും മനസ്സിലായി, ഈ ചെറുപ്പക്കാരൻ്റെ മുഖം വാടിയിരിക്കുന്നു, വാടി തളർന്നിരിക്കുന്നു. ആ കുഞ്ഞിനെ എങ്ങനെയും ഇണക്കാൻ നോക്കുന്നു, ഇണങ്ങുന്നില്ല. അപ്പോൾ ഏതോ ഒരു സ്ത്രീ, കരുണയുള്ളൊരു സ്ത്രീ ഒന്ന് കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞിനെ പയ്യെ താരാട്ട് പാട്ട് പാടി കുഞ്ഞിനെ ഉറക്കി. ആ ചെറുപ്പക്കാരനോ ഉറങ്ങാൻ പറ്റാത്തനായി തല താഴ്ത്തി കൈ രണ്ടും തലയ്ക്ക് നെറ്റിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ തല താഴ്ത്തിയിരുന്ന് വിതുമ്പിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ മരിച്ച് ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊരു സംഭവമാണ്. മുഖം വാടി. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ മുഖം വാടിയാണ് ഇരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവർ അവിചാരിതമായി ആകസ്മികമായി കടന്നുപോയതിൽ മനം നൊന്തിരിക്കുന്ന അനേകം ആളുകളുണ്ട്. മുഖം വാടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ച് അക്കരയ്ക്ക് പറന്നു പോയതുകൊണ്ട് ദുഃഖത്തോടിരിക്കുന്ന ഭാര്യമാരുണ്ട്. മറിച്ചും ഭാര്യമാർ മരിച്ചു പോയതിൽ വിഷമിച്ചും വേദനിച്ചും വാടിയിരിക്കുന്ന അനേകം ഭർത്താക്കന്മാരുണ്ട്. അമ്മയും അപ്പനും ഇല്ല, മകൻ ദുഃഖത്തോടിരിക്കുന്നു, അതും വേദനാ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? മുഖം വാടിയിരിക്കരുത്. മുഖം പ്രസന്നമാകാം. ഇന്ന് വാട്ടമുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രസന്നത കൈവരിക്കാം. പ്രസന്നത അഭിനയിച്ചാൽ കിട്ടുകയില്ല. അഭിനയിക്കാം, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാം, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം മാറ്റാൻ ഏതെല്ലാം അഭിനയങ്ങൾ ചെയ്താലും, മുഖം പൊഞ്ചികൊണ്ട് മുഖം അലങ്കരിക്കാൻ നോക്കിയാലും ഒരു ഗുണവും കിട്ടുകയില്ല. അകത്തെ വാട്ടം മുഖത്ത് നിഴലിടും.
ദൈവത്തിന് സ്തോത്രം. മുഖം വാടിയ അവസ്ഥ, അനേകം പ്രതിസന്ധികളിൽ മുഖം വാടിയിരിക്കുന്ന അനേകം ആളുകൾ ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുഖം വാടിയവനായിരുന്നു, മുഖം തളർന്നവനായിരുന്നു, മുഖം മൂടിയവനായിരുന്നു, മുഖം മ്ലാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 17 കൊല്ലങ്ങൾ കരച്ചിലിൻ്റെ കൊല്ലങ്ങളായിരുന്നു, കരച്ചിലിൻ്റെ വർഷങ്ങളായിരുന്നു, ദുഃഖത്തിൻ്റെ കാലങ്ങളായിരുന്നു. എൻ്റെ ഒരു വയസ്സിലപ്പൻ മരിച്ചതിന് ശേഷം അമ്മ കരയുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് തന്നെ. അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ് കർത്താവേ എനിക്കിങ്ങനെ വരുത്തിയതെന്ന് അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മയുടെ ദുഃഖത്തിൽ ഞാനും ദുഃഖിക്കും, എൻ്റെ പെങ്ങളും ദുഃഖിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മുഖം വാടിപ്പോയിരുന്നു. മിണ്ടാട്ടമില്ല, ചിരിയില്ല, വർത്തമാനമില്ല, മിണ്ടാട്ടമില്ലാത്തൊരു വീട്. 3 പേരുണ്ട് വീട്ടിൽ, പക്ഷേ അന്യോന്യം പരസ്പരം നോക്കുന്നില്ല, പരസ്പരം മിണ്ടുന്നില്ല. മിണ്ടിയാൽ തന്നെ ഏതെങ്കിലും 1-2 വാക്കുകൾ സംസാരം നിർത്തും. കാരണം ഉള്ളു വിങ്ങുകയാണ്. ആണും തൂണുമായവൻ വിട്ടുപോയി, ആണും തൂണുമായവൻ അക്കരയ്ക്ക് പറന്നുപോയി. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഈ അപ്പനില്ലാത്ത മക്കൾ, ഭർത്താവില്ലാത്ത സ്ത്രീകൾ, ഭാര്യ വിട്ടുപോയ പുരുഷന്മാർ, ഇവരിൽ അനുഭവിക്കുന്ന യാതന എത്രയോ ഭയാനകമാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിലരിൽ അങ്ങനെയുള്ളവരുണ്ടാകുമോ? ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് പ്രസന്നത തരും കർത്താവായ യേശു ക്രിസ്തു. 17-ാമത്തെ വയസ്സിൽ വചനമായി യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളം തുറന്നു. ഞാനല്ല തുറന്നത്, കർത്താവ് ബലം പ്രയോഗിച്ച് തുറന്നതെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് ബലം പ്രയോഗിച്ച് കഥക് തുറന്നു. അകത്തേക്ക് കർത്താവ് അധികാരത്തോടെ പ്രവേശിച്ചു. ഞാൻ വിളിച്ചില്ലായിരുന്നു, കാരണം ഞാൻ ആവശ്യക്കാരനല്ലായിരുന്നു. ഞാൻ ഭക്തനായിരുന്നു, ഞാൻ നീതിമാനായിരുന്നു. എൻ്റെ നോട്ടത്തിൽ, മനുഷ്യരുടെ നോട്ടത്തിലല്ല, മറ്റുള്ളവരുടെ നോട്ടത്തിലല്ല, ദൈവത്തിൻ്റെ നോട്ടത്തിലല്ല, എൻ്റെ നോട്ടത്തിൽ ഞാൻ ഭക്തനായിരുന്നു. എൻ്റെ നോട്ടത്തിൽ ഞാൻ നീതിമാനായിരുന്നു. നന്മ ചെയ്യും, ഉപകാരം ചെയ്യും, സാധുക്കൾ സഹായിച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം വാടിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്തായി അവനെ കണ്ടെത്തിയില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. യേശു എൻ്റെ ഉള്ളിലില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. യേശുവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ധരിച്ചാണ് ഞാൻ പോയത്. നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, 2 നേരം നമസ്കാരമുണ്ട്. അന്ന് ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് പാതിരാത്രിയുടെ നമസ്കാരം തുടങ്ങി, ഈ മയ്യൽ നമസ്കാരം എന്ന് പറഞ്ഞ് പ്രഭാത നമസ്കാരം എല്ലാം ചൊല്ലി തീർത്ത് ഓരോന്നിനും 3 ശുശ്രൂഷയ്ക്കും കുമ്പിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ നേരം പ്രഭാത പ്രാർത്ഥന, കുമ്പിടിയിലും പ്രാർത്ഥനയും എല്ലാം. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ എല്ലാ ചടങ്ങുകളും നിർവഹിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം തന്നെയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ ഹൃദയം ചീഞ്ഞതാണെന്ന് വചനം കേട്ടപ്പോൾ മനസ്സിലായി. അതൊരു വലിയ കാഴ്ചയായിരുന്നു. എൻ്റെ ഹൃദയം ചീഞ്ഞതാണെന്ന്, ദുരാഗ്രഹവും അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവുമുള്ള ഹൃദയമാണ് എന്ന്. ആരോടെല്ലാമോ വഴക്കും പിണക്കവും ഹൃദയത്തിൽ ഈർഷ്യയും മുഷിച്ചിലുള്ളൊരു ഹൃദയമാണ് എന്ന് എല്ലാം കണ്ടു. കർത്താവേ, എനിക്കിത് മാറ്റാൻ സാധ്യമല്ല. ഈ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ ഈ ഹൃദയം ചീഞ്ഞതായിപ്പോയി. ഈ ഹൃദയത്തെ വെടിപ്പാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞു, കർത്താവേ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ ആർക്കെങ്കിലും ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് പറയാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മുഖം പ്രസന്നമാകും, നിങ്ങളുടെ മുഖത്തിൻ്റെ വാട്ടം മാറും, മുഖത്തിൻ്റെ ക്ഷീണം മാറും. നിങ്ങൾക്ക് ഇനിയും പുതിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരും. പ്രസാദാത്മകമായ ജീവിതാനുഭവങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ധാരാളമായി തരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മുഖം വാടുന്നത് എന്ത്? നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാക്കിയില്ലയോ? നന്മ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. നിന്നിൽ നന്മയില്ല, അതുകൊണ്ടാണ് നിൻ്റെ മുഖം വാടിയത്. ദൈവത്തിന് സ്തോത്രം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നെന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നാം കാണുന്നു. കയീൻ പിശാചിൽ നിന്നുള്ളവനായിരുന്നെന്ന്, പിശാചിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നവനായിരുന്നെന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി, കയീൻ ദുഷ്ടനായി പിശാചിൽ നിന്നുള്ളവനായി, സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെ നീതിയും ഉള്ളതാകൊണ്ടത്രേ. അതാണ് അവൻ ദ്വേഷിച്ചത്. തൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണെന്ന് അവന് മനസ്സിലായി, സഹോദരൻ്റെ നീതിയുള്ള ജീവിതമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അസൂയ പൂണ്ട് സഹോദരൻ അവൻ കൊന്നു. ആ അസൂയ അവൻ രക്തത്തിലുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോടും പിന്നെയും അത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ഹൃദയത്തിലെ പാപങ്ങൾ നിങ്ങൾ തന്നെ കാണണം. എത്രമാത്രം എനിക്ക് അസൂയയുണ്ട്, എൻ്റെ ജീവിതത്തിൽ മാനത മാറാത്ത എന്തുകൊണ്ടാണ്?
എൻ്റെ ഹൃദയത്തിൽ പ്രസാദാത്മകത്വം വരാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ ഹൃദയത്തിൽ ശാന്തത വരാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ ഹൃദയം ഇളകി മറിയുന്ന കടൽ പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രക്ഷുബ്ധമായ കടൽ പോലെ എൻ്റെ ഹൃദയം ഇങ്ങനെ ഇളകി തെറിച്ച് തിരമാലകൾ ആഞ്ഞാഞ്ഞ് ഉറയുന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ഇങ്ങനെ ഇളകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഭയവും ഭീതിയും വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് കർത്താവിന് കാരണം? എനിക്കൊരു സമാധാനം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരൻ്റേത് നീതിയുള്ള പ്രവൃത്തി, അതുകൊണ്ട് ദൈവം വഴിപാടിൽ പ്രസാദിച്ചു. കയ്യിനെ നിൻ്റെ ജീവിതത്തിൽ നീതിയുള്ള പ്രവൃത്തിയല്ല ഉള്ളത്, നിൻ്റെ പാവമാണുള്ളത്. അതുകൊണ്ട് നീ പിശാചിന് ഇടം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്നിൽ എനിക്ക് പ്രസാദിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ആ കാതലായ ആശയം ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപങ്ങളും താനേ മാറിപ്പോകും. ഇരുളടഞ്ഞ മുറിയിലേക്ക് വെളിച്ചം വന്നാൽ പിന്നെ ഇരുളെ തൂത്തുകളയേണ്ട ആവശ്യമില്ലല്ലോ. ഇരുളുള്ള മുറിക്കകത്ത് മുഴുവൻ കൂരിട്ടാണ്, ഒന്നും കാണാൻ വയ്യ. ആ മുറിയിൽ പ്രകാശം വന്നാൽ പിന്നെ നാം ഓരോന്നോരോന്ന് പെറുക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോന്നോരോന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം തെളിഞ്ഞു വരും. ഇരുൾ മാറും, പ്രകാശം വിതറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ പ്രകാശം വേണമോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിൻ്റെ പ്രകാശം, ക്രിസ്തുവിൻ്റെ ശാന്തത, ക്രിസ്തുവിൻ്റെ സൗമ്യത, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ സഹതാപം. ഓ എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നും പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നിൻ്റെ മനസ്സ് തരണമേ, എനിക്ക് നിൻ്റെ ഹൃദയം തരണമേ. കർത്താവേ, എനിക്ക് നിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാനുള്ള ഭാഗ്യം തരണമേ. യേശുവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധാരാളം പേര് വരുന്നുണ്ട് ഈ യോഗത്തിന്, വചനം കേൾക്കാൻ ധാരാളം പേര് വരുന്നുണ്ട്. സന്തോഷമാണത്. നിങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് പ്രമോദമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ കത്തുന്നു, സ്നേഹം കത്തുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തിൻ്റെ ജ്വാല നമ്മെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ ജ്വാല നമ്മെ അടുത്ത് നിർത്തി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ തീജ്വാല. പാവം വാതിൽക്കൽ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കേണ്ടതാകുന്നു. അടുത്ത വാക്യം വായിക്കാം. എന്നാറേ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. ദൈവത്തിന് സ്തോത്രം. കയീൻ്റെ സ്വഭാവത്തിൽ മാലിന്യം അന്തർലീനമായി കിടന്നിരുന്നത്. അവൻ ഉപായക്കാരനായിരുന്നു, സൂത്രശാലിയായിരുന്നു. സഹോദരനോട് സൂത്രമാണ് പറയുന്നത്, നമുക്ക് വയലിലേക്ക് പോകാം. എന്ത് സ്നേഹമാണ്, എന്തൊരു താല്പര്യപൂർവ്വമാണ് ക്ഷണിക്കുന്നത്. നമുക്ക് വയലിലേക്ക് പോകാം, വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ഉപായമാണ്, തന്ത്രമാണ്, കൗശലമാണ്. നമ്മുടെ ആളുകൾക്ക് പലർക്കും കൗശലങ്ങളുണ്ട്, സൂത്രങ്ങളുണ്ട്. എല്ലാം പൊളിയുന്നൊരു ദിവസം വരും പ്രിയപ്പെട്ടവരെ. ഈ കൗശലങ്ങളെല്ലാം പൊളിയും, ഉപായങ്ങളെല്ലാം പൊളിയും. ഇന്നത്തെ വ്യാജഭാവങ്ങളെല്ലാം തകരും. എല്ലാം തുറന്നു കാണുന്നൊരു ദിവസമുണ്ട്. എല്ലാം തുറന്നു കാണും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം നാം ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരു ദിവസം തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരു ദിവസം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകം തുറക്കും. പുസ്തകങ്ങൾ തുറക്കും. ഓരോരുത്തരുടെ പേരിലുള്ളതായ പാപങ്ങൾ എണ്ണി എണ്ണി വായിച്ച് കേൾപ്പിക്കും. ആബാലവൃദ്ധം സകലമായ മനുഷ്യനും കേൾക്കെ വായിച്ച് കേൾപ്പിക്കും. ഇത് കെട്ടുകഥയാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കെട്ടുകഥയല്ല. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സമ്പൂർണ്ണ സത്യങ്ങളാണ്. തിരുവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ തിരുവചനത്തിലുള്ളതെല്ലാം ഞാൻ 100% വിശ്വസിക്കുന്നു. 100%. കാരണം എനിക്കറിയാം, അനേകം കാര്യങ്ങൾ നിറവേറി ഈ വചനത്തിലുള്ളത് അതിപ്പോഴും നിറവേറിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു ന്യായവിധി ഉണ്ട് എന്ന്. ഇന്ന് ഈ കൗശലവും സൂത്രമൊക്കെ നമുക്ക് മറച്ചു വയ്ക്കാം. നമ്മൾ ഭർത്താവ് അറിയണമെന്നില്ല, ഭാര്യ അറിയണമെന്നില്ല, കുഞ്ഞുങ്ങളറിയില്ല, മാതാപിതാക്കളറിയില്ല, ആരും അറിയാതെ നമുക്ക് സൂത്രത്തിൽ മറച്ചു വയ്ക്കാം. അതുകൊണ്ട് സൂത്രവും കൗശലമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ എല്ലാം വെളിവാകുന്നൊരു ദിവസം വരും. എല്ലാം വെളിവാകും. ഇന്ന് പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിക്കാം, ആരും ഒന്നും അറിയുന്നില്ല. ഇന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും, എന്നാലോ ആ ഉള്ളത്തിൽ പാവം തിങ്ങിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രസംഗങ്ങൾ നടക്കും, അല്ലെങ്കിൽ വേറെ സാക്ഷ്യങ്ങൾ നടക്കും, അതല്ലെങ്കിൽ ആത്മീയമായ വേലകളിൽ പങ്കാളികളായി ഭവന സന്ദർശനത്തിന് പോയി എന്ന് വരും. പക്ഷേ അകത്തുള്ള പാവം കളയാതെ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം പ്രസാദിക്കുകയില്ല. അകത്ത് ഒളിഞ്ഞിരിക്കുന്ന പാവം, സൂത്രം, കൗശലം, തന്ത്രം, കുബുദ്ധി. കയീൻ സഹോദരനോട് പറഞ്ഞു, നമുക്കൊരുമിച്ച് ഒരു യാത്ര ചെയ്യാം, വയലിലേക്ക് പോകാം. നമുക്ക് ദൈവം ധാരാളം വയൽ തന്നിട്ടുണ്ടല്ലോ, വയലൊക്കെ ഒന്ന് കാണാൻ പോകാം. വളരെ തന്ത്രപൂർവമായ സമീപനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇത് അവൻ്റെ രക്തത്തിൽ ഈ തന്ത്രം ഉണ്ടായി എന്നുള്ളത് ദൈവം മുന്നേ കണ്ടു. അതാണ് ദൈവം അവൻ്റെ വഴിപാട് പ്രസാദിക്കാഞ്ഞത്.
അവൻ്റെ വഴിപാടിൻ്റെ പോരായ്മ കൊണ്ടല്ല, അവൻ കൊണ്ടുവന്നതിൻ്റെ പോരായ്മ കൊണ്ടല്ല ദൈവം പ്രസാദിക്കാത്തത്. ഇവൻ്റെ ഉള്ളിൽ അസൂയയുണ്ട് എന്ന്, ഇവൻ്റെ ഉള്ളിൽ സഹോദരനോട് സ്നേഹമില്ല എന്ന്, ഇവൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട് എന്ന്, ഇവൻ്റെ ഉള്ളിൽ തന്നെത്താൻ കാണുന്ന ഒരു എളിമയില്ല എന്നുള്ള കാര്യം ഇതെല്ലാം ദൈവം അറിഞ്ഞിരുന്നു. അവൻ്റെ ഉള്ളിൽ കുതന്ത്രങ്ങളും കൗശലങ്ങളും ഉണ്ടായെന്ന് ദൈവം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആളത്വത്തെ ദൈവം പ്രസാദിച്ചില്ല, അവൻ്റെ സ്വഭാവത്തിൽ ദൈവം പ്രസാദിച്ചില്ല. തന്മൂലം ദൈവം പ്രസാദിക്കാത്തത് മൂലം, അവൻ്റെ ആളത്വത്തിൽ ദൈവം പ്രസാദിക്കാത്തത് മൂലം അവൻ കൊണ്ടുവന്ന വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം. നിങ്ങളനേകം പേര് വഴിപാടുകൾ നടത്തുന്നുണ്ട്, തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട്. ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, ആദ്യം നിങ്ങൾ ജീവനുള്ളവരായി തീരുക. ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാളെന്നോട് ചോദിച്ചു, സാറേ, എനിക്കിപ്പോൾ ആത്മാവിൽ ജീവനുണ്ടോ? ഞാനിപ്പോൾ ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ കൃപയിലാണോ? കർത്താവിൻ്റെ ജീവനിൽ തുടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അത് ജീവനില്ല, ആത്മാവിൽ ജീവനില്ല. ഞാൻ തുറന്നു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ ചെറുപ്പക്കാരൻ അല്പനേരം ഒന്ന് എൻ്റെ നേരേക്ക് അമ്പത് നോക്കി. ഞാൻ പറഞ്ഞു, സത്യം, ആത്മാവ് ഡെഡാണ്, ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ഇന്ന് മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോവില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന് മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോവില്ല. അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമായിട്ട് ആ ചെറുപ്പക്കാരന് തോന്നി. അവൻ വിചാരിച്ചിരുന്നത് അവനും ഒരു മാനസാന്തരം വന്നു, അവൻ യോഗത്തിന് വരുന്നുണ്ട്, ഇപ്പോൾ കൂട്ടായ്മകൾ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ലായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ദൈവം തമ്പുരാൻ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. അവൻ്റെ അവസ്ഥ 3 ദർശനങ്ങളിൽ കൂടി പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 3 ദർശനങ്ങൾ. ഞാൻ പറഞ്ഞു, ഈ ദർശനങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞു. ഒരിക്കലും മറക്കരുത് ഈ ദർശനങ്ങൾ. ഞാൻ പക്ഷേ മറന്നു വരും, നീ ഇത് മറക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം. ആ 3 ദർശനങ്ങൾ കൂടി കർത്താവ് അവനോട് ഇടപെട്ടു. അവൻ തകർന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരു പുതിയ മനുഷ്യനാകാൻ പോവുകയാണ്. ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ പുതിയ മനുഷ്യനായിത്തീരും. ഉറപ്പാണോ? അതേ, ഉറപ്പാണ്. എങ്കിൽ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ വാഴ്ത്താം. സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ ഭാര്യ അടുക്കലുണ്ടായിരുന്നു, അവളും ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെ ഭയത്തോടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അനേകം പേര് ജീവനില്ലാത്തവരാണ്. ആത്മാവ് ഡെഡാണ്, ആത്മാവ് മരിച്ചിരിക്കുകയാണ്. പേടിക്കാനല്ല പറയുന്നത്, പേടിക്കാനല്ല, തിരിയാനാണ് പറയുന്നത്. ജീവൻ തരാൻ അതിനുള്ള അധികാരമുള്ളവർ നിങ്ങളുടെ അരികെ തിന്നുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, മോനെ, ഞാൻ നിനക്ക് ജീവൻ തരാം, മോളെ, ഞാൻ നിനക്ക് ജീവൻ തരാം, ആത്മാവിൻ്റെ എല്ലാ കളങ്കങ്ങളും മാറ്റിത്തരാം, നിനക്കൊരു പുതിയ ജീവിതം തരാം, നിന്നെ വിശുദ്ധീകരിക്കാം, നിൻ്റെ സ്വഭാവത്തിലെ മാലിന്യങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. നീ എത്ര മാറ്റിയാലും മാറുകയില്ല. ഈ വെളിച്ചം വന്നാലേ ഇരുൾ മാറുകയുള്ളൂ. നീ എനിക്ക് ഇടം തരിക, ഞാൻ അകത്ത് വരട്ടെ. നീ വാതിലും ജനലും അടച്ച് കുറ്റിയിട്ടുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ അകത്ത് വരും? അകത്ത് കോരിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ഫലമില്ല. അയ്യോ, എൻ്റെ ഹൃദയം നിറയെ കോരിട്ടാണ്, അയ്യോ എൻ്റെ കർത്താവേ എനിക്ക് പ്രകാശം തരണമേ എന്ന് പറഞ്ഞാൽ വരികയില്ല. നീ നിനക്കകത്തുള്ളതായ തേളും പാമ്പും എല്ലാ ജീവികളും എല്ലാം ഓടിപ്പോകത്തക്കവണ്ണം നിൻ്റെ ജനലുകളും അതിൽ നീ തുറന്നിടുക. എല്ലാ ദുഷ്ടജന്തുക്കളും ഇറങ്ങിപ്പോകട്ടെ. അനേകം ദുഷ്ടജന്തുക്കൾ നിൻ്റെ ഹൃദയത്തിലുണ്ട്, എല്ലാം ഇറങ്ങിപ്പോകട്ടെ. ഈ പാമ്പും തേളും അരണയും പല്ലിയും എല്ലാം ഇറങ്ങിപ്പോകട്ടെ. ജീവികളും എല്ലാ ജീവികളും കടുന്നലുകളും അതല്ലെങ്കിൽ എട്ടുകാലികളും എല്ലാം ഉണ്ട്, എല്ലാം പോകട്ടെ. ഈ ദുഷ്ടജീവികളെല്ലാം അതിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കഴിയുകയാണ്. അവിടെ ഇരുട്ടാണ്, ഇരുട്ടത്ത് എല്ലാം കഴിയുകയാണ്. എന്നാൽ മോനെ, നീ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാമോ? അകത്ത് നീ തഴുതിട്ടിരിക്കുകയാണ്, കുറ്റിയിട്ടിരിക്കുകയാണ്. ഞാൻ ബലമറിയോച്ച് തുറക്കുകയില്ല. ഞാൻ വിചാരിച്ചാൽ തുറക്കും, പക്ഷേ ഞാൻ തുറക്കുകയില്ല. അത് നീയാണ് ചിന്തിക്കേണ്ടത്, നീയാണ് ചെയ്യേണ്ടത്. നിൻ്റെ ഹൃദയവാതിക്കൽ ഞാനിതാ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നാൽ ഞാൻ അകത്ത് വരാം. സ്തോത്രം. ഞാനിതാ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. സന്തോഷകരമായതല്ല, ശോഭനമായ ഒരു നിലവാരത്തിലേക്ക് നിനക്ക് വരാം. പുറത്തു നിന്നുകൊണ്ട് കർത്താവ് മുട്ടുകയാണ്. വെളിപ്പാട് ദിവസം 3:20 വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഒരു നല്ല പടമുണ്ട്. ആ പടം ഒരു റാന്തലും കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവ് വന്ന് വാതിൽക്കൽ നിന്ന് ഇങ്ങനെ മുട്ടുന്ന ചിത്രം, മനോഹരമായ ചിത്രമാണത്. കർത്താവിൻ്റെ കയ്യിൽ വിളക്കുണ്ട്. കർത്താവ് വന്ന് ആ ഇരുട്ടത്തോടുകൂടി നടന്നു വന്ന് കർത്താവ് ഈ വാതിൽക്കലേക്ക് വന്ന് മുട്ടുന്നു. അകത്ത് കുറ്റിയിട്ടിരിക്കുന്നു. എങ്ങനെ അകത്തേക്ക് കടന്നു വരും? അകത്ത് കടന്നു വന്നാൽ പ്രകാശമാണ്, കാരണം പ്രകാശമാണ് വന്ന് മുട്ടുന്നത്. സ്നേഹിത, നീ വിശ്വസിക്കൂ, ഇന്ന് നിൻ്റെ ഹൃദയവാതിൽക്കൽ നസ്രായനായ യേശു വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
ഞാൻ ഓർക്കുന്നു, എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ വചനം കേട്ടിട്ടുണ്ട്, എത്രയോ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ വചനം കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞാൻ കേൾക്കും നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞ് ഞാൻ പോകും, നല്ല പ്രസംഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം തുറന്നിരുന്നില്ല. എന്നാൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിത്തകർന്നു. സ്തോത്രം! എൻ്റെ ഹൃദയം പൊട്ടിത്തകർന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ദൈവമേ, ഈ ചീഞ്ഞ ഹൃദയത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ഒരു കാര്യം മാത്രമേ നിന്നോട് പറയുന്നുള്ളൂ, വേറൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു പാപിയാണ്, എൻ്റെ അകം മുഴുവൻ പാവമാണ്. കർത്താവേ, ഈ നിസ്സാര മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നീ നിന്ന് എഴുന്നള്ളി വരുമോ? ഞാൻ ദൈവത്തെ വിളിച്ചു. സ്തോത്രം! ഒരു കാര്യം മാത്രം പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം! അത്ഭുതം നടന്നു. പ്രിയപ്പെട്ടവരെ, അത് 17-ാമത്തെ വയസ്സിലാണ്. പിന്നെ 19 കൊല്ലം ഞാൻ നല്ലപോലെ പ്രസംഗിച്ച് ഓടി നടന്നു. ധാരാളം ഞങ്ങൾ ഇടവകയിൽ പ്രസംഗിച്ചു, മറ്റിടവകളിൽ പോയി പ്രസംഗിച്ചു, മറ്റ് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചു, ധാരാളം പ്രസംഗങ്ങൾ ചെയ്തു. 36-ാമത്തെ വയസ്സിൽ ഇതുപോലൊരു ദിവസം, 36-ാമത്തെ വയസ്സിൽ ദൈവത്തിന് സ്തോത്രം, ഒരു ദിവസം രാവിലെ മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തൻ ഈ ഭവനത്തേക്ക് കടന്നു വന്നു. ആ ദൈവപുരുഷനോട് കടന്നു വന്നു. ഞങ്ങൾ പപ്പായി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം കടന്നു വന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. അതിന് കാരണമുണ്ട്. തലേ ദിവസം 10-ാം തീയതി രാത്രി വലമ്പൂർ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വന്നു. ഞാൻ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പ്രസംഗിച്ചു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടോ? ഞാൻ പ്രസംഗിച്ചു, പക്ഷേ എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി തിരുത്താൻ അനേകം കാര്യങ്ങളുണ്ടെന്ന്. അനേകം കാര്യങ്ങൾ. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു. ആരോടെല്ലാമാണ് പോയി മാപ്പ് ചോദിക്കേണ്ടത്, ആർക്കെല്ലാമാണ് രൂപ കൊടുത്ത് തീർക്കേണ്ടത്, ആർക്കെല്ലാമാണ് പുസ്തകം തിരിച്ചു കൊടുക്കേണ്ടത്, എല്ലാം ഓർത്തു. ഓരോന്നോർത്ത് ഞാൻ അനുഭവിച്ച് കരയാൻ തുടങ്ങി. മെയ് മാസം 10-ാം തീയതി അന്ന് വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് ശേഷം പിന്നെ ഏറെ നേരം ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്നൊരു മഹാത്ഭുതം നടന്നു. ഈ ജീവിതം ആകമാനം ഒന്ന് പരിശോധിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു 9 മണി സമയത്ത് ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തൻ ഈ ഭവനത്തേക്ക് എഴുന്നള്ളി വന്നു. അവിടെ ഇരുന്നു സ്തുതിച്ചു. സ്തോത്രം! സ്തുതിയിൽ ആ ചെറുകടി ഉയർന്നുകൊണ്ടിരുന്നു. പിന്നെയും ഇങ്ങനെ ആർത്താർത്ത് സ്തുതിച്ചുകൊണ്ടിരുന്നു. എത്ര നേരം സ്തുതിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു, എൻ്റെ ഹൃദയം തകരുകയായിരുന്നു. കർത്താവേ, ഞാൻ സുവിശേഷം പറഞ്ഞവനാണെങ്കിലും ഞാൻ പാവിയാണ് എന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. കർത്താവേ, ഞാൻ സുവിശേഷം പറഞ്ഞവനാണെങ്കിലും എൻ്റെ അകത്ത് പാവം മാറിയിട്ടില്ലായിരുന്നു ഞാൻ ഏറ്റു പറഞ്ഞു. ഞാൻ സുവിശേഷം പ്രസംഗിച്ച പല കൺവെൻഷനിലും പ്രസംഗിച്ചെങ്കിലും എൻ്റെ ഹൃദയത്തിലെ പാവം മാറിയില്ല എന്ന് ഞാൻ വിജയത്തോടെ ഏറ്റു പറഞ്ഞു. ഞാൻ തകർന്നു. ഞാൻ പൊട്ടി കരഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, ഈ പ്രദേശം മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം! ദൈവത്തിന് സ്തോത്രം! കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ഈ ദേശത്തെ ഉണർവ് തുടങ്ങുകയായിരുന്നു. എനിക്ക് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ട്. ഒറ്റയ്ക്കൊരു കാര്യം. നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകുമോ? നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ തയ്യാറാകുമോ? ഒരു ശുദ്ധീകരണം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സോടെ, കർത്താവേ, ഈ ശൂന്യ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഈ ഇരുളടഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഈ പാവമലിനമായ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഇപ്പോൾ? നിങ്ങൾ ദൈവത്തോട് പറയുമോ ഇപ്പോൾ? കർത്താവേ, ഞാനിതാ ഒരു പാവിയായ മനുഷ്യനോട് ഇരിക്കുന്നു, അശുദ്ധനായ ഒരു മനുഷ്യനോട് ഇരിക്കുന്നു. കർത്താവേ, ഈ നിസ്സാരനായ മനുഷ്യൻ, വിലയില്ലാത്ത മനുഷ്യൻ, കർത്താവേ, പാപം ചെയ്യാൻ മാത്രം ശീലിച്ചവനായ ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുകയാണ്. കർത്താവേ, നീ ഇപ്പോൾ എഴുന്നള്ളി വന്ന് കർത്താവേ, ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ പണ്ടേ പോലെ ഒരു നല്ല കാലം തരണമേ. കർത്താവേ, നീ കേൾക്കയില്ലയോ? ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവേ, നീ ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം തരണമേ. ദേശം ഇളകണമേ കർത്താവേ. ദേശങ്ങൾ ഉണരണമേ കർത്താവേ. രാജ്യങ്ങൾ ഉണരണമേ കർത്താവേ. ദേശാന്തരങ്ങൾ ഉണർന്നു കർത്താവിനെ കാണട്ടെ കർത്താവേ. അനേകരേശിന് സന്ദേശം ഗ്രഹിക്കട്ടെ കർത്താവേ. അനേകരുടെ കണ്ട് തുറക്കണമേ കർത്താവേ. അനേകരുടെ ജീവിതം ശുഭകരമായ രീതിയിലേക്ക് വന്ന് മനം തിരിയുവാൻ ഇടയാക്കട്ടെ കർത്താവേ. അനേകം ബന്ധങ്ങൾ
അഴിയട്ടെ കർത്താവേ. അനേകം ബാധകൾ മാറട്ടെ, ഹല്ലേലൂയ. അനേകം ശാപങ്ങൾ നീങ്ങട്ടെ, ഹല്ലേലൂയ. പാവരോഗങ്ങൾ മാറട്ടെ, ഹല്ലേലൂയ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ, ഹൃദയ വിഷാദങ്ങൾ മാറട്ടെ, മുഖം പ്രസന്നമാകട്ടെ, വാടിയ മുഖം മാറട്ടെ. യേശുക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് ഹൃദയം വികസിക്കട്ടെ, പ്രശോഭിക്കട്ടെ, ഹല്ലേലൂയ. യേശുവിനായി ജീവിതം നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ? ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പേറിയ തീരുമാനം വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾക്ക് ഉയർത്താം, ഇരുകരെ ഉയർത്തിപ്പിടിക്കാം, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ല് നാട്ടിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന് നിർണായകമായ സുദിനമാക്കി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ കർത്താവേ, എല്ലാവരെയും വാത്സല്യപൂർവ്വം തഴുകണമേ കർത്താവേ. അവിടുത്തെ ആണിപ്പാളുള്ള കരയും മക്കളുടെ തലമേൽ വെക്കണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹോസ്പിറ്റൽ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരെയും തൊടണമേ കർത്താവേ. സൗഖ്യദായകനായ യേശുക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ മക്കൾ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് വന്നതെല്ലാം പ്രയോജനപ്രദമാക്കി തീർക്കണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.